അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹി ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിരികനാ വആലി കുല്ലി വസഹാബത്തി അജ്മഈൻ. ഹാജർ റളിയല്ലാഹു അൻഹു അജ്മീർ സർവർക്കും സാന്ത്വനമായിക്കൊണ്ട്, എല്ലാവർക്കും സ്നേഹമായിക്കൊണ്ട്, പ്രയാസപ്പെടുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിക്കൊണ്ട് ജീവിക്കുന്ന സമയത്ത് തന്നെ തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ മുഴുവൻ നിർദ്ദേശങ്ങളും കാറ്റിപ്പറത്തുകൊണ്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ, ആ ഫക്കീറിനെ ഞാൻ പിന്തുടരും. അതുകൊണ്ട് അയാളെ ഒരു നിലക്കും ആക്രമിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുതെന്നുള്ള ആ അന്ത്യോപദേശം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പൃഥ്വിരാജ് ചൗഹാൻ ഹാജർ റളിയല്ലാഹു അൻഹുവിനെയും അനുയായികളെയും അതിശക്തമായി പീഡനങ്ങൾക്കും ശക്തമായി വിദ്വേഷ പ്രവർത്തനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹാജർ റളിയല്ലാഹു അൻഹു ഗത്യന്തരമില്ലാതെയാണ് പ്രാർത്ഥിക്കുന്നത്. നിന്നെ ഞാൻ ഒരു സുൽത്താനെ ഏൽപ്പിച്ച് പരാജയപ്പെടുത്തുമെന്ന്. എന്നാൽ ആരാണ് ആ സുൽത്താൻ? അഫ്ഗാനിസ്ഥാനിലെ കാബൂളിന് തെക്കുവശത്തുമുള്ള ഒരു പ്രദേശമാണ് ഹസ്തി എന്ന സ്ഥലം. അവിടുത്തെ പ്രസിദ്ധമായ ഭരണകൂടമാണ് ഹസ്തി സുൽത്താൻമാർ. അവരിൽ പ്രമുഖരായ സുൽത്താൻ മഹ്മൂദ് ഗസ്നി, അദ്ദേഹത്തിന്റെ പിൻതലമക്കാരിൽപ്പെട്ട ഒരാളാണ് ശിഹാബുദ്ദീൻ മുഹമ്മദ് ഘോറി എന്ന ആ ഭരണാധികാരി. ശിഹാബുദ്ദീൻ ഉറക്കത്തിലാണ്, നല്ല ഉറക്കം. കിനാവിൽ വിശുദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സമീപിക്കുന്നത് കാണുകയാണ്. വളരെ സുന്ദരമായ മുഖം, ജ്വലിക്കുന്ന വദനഭാവങ്ങൾ, ശാന്ത സ്വരത്തിൽ പറയുന്നു, സുൽത്താൻ ശിഹാബുദ്ദീൻ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണം അള്ളാഹു നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു. എഴുന്നേൽക്കൂ, ഒരുങ്ങി തയ്യാറായി ഇന്ത്യയിലേക്ക് വരൂ. ഘോറി പെട്ടെന്ന് ഉറക്കമുണർന്ന് ചാടിയെഴുന്നേറ്റു. ആരാണ് ഈ സംസാരിച്ചത്? എത്ര നല്ല സംസാരം! സുന്ദരമായ അഴകുള്ള മുഖവും ശരീരപ്രകൃതിയും, അതിവിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഖാജ മുഈനുദ്ദീൻ ചിസ്തിയാണ് സ്വപ്നത്തിൽ ഘോറിയോട് ഇന്ത്യയിലേക്ക് ഗമിക്കാൻ തീരുമാനം അറിയിച്ചത്. ആദ്യ തവണ ശിഹാബുദ്ദീൻ പൃഥ്വിരാജിനോട് യുദ്ധം ചെയ്ത് ഖാജ തങ്ങൾ അന്ന് ഇന്ത്യയിൽ വന്നിട്ടില്ലായിരുന്നു. അതിനാൽ ശിഹാബുദ്ദീന് ദയനീയമായ പരാജയം വന്നിട്ടുണ്ട്. രാജാവിൽ വന്ന് ശാന്തമായി സംസാരിച്ച വിശുദ്ധ മഹാനെ അറിയാം, അത്ര തന്നെ. അദ്ദേഹത്തെ മുമ്പ് പരിചയമില്ല, ഈ സ്വപ്നത്തിലുള്ള പരിചയം മാത്രം. ഘോറി സ്വപ്നകഥ പല മുതിർന്ന തന്റെ ഈ ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിമാരോടും ഒക്കെ ചർച്ച ചെയ്യും. ഉടനെ തന്നെ അവരെല്ലാവരും ഘോറിയോട് നിർദ്ദേശിക്കുന്ന, ഇന്ത്യയിലേക്ക് നമുക്ക് പോകാം, സൈന്യവുമായി പുറപ്പെടാം, ഇന്ത്യ നമുക്ക് കീഴടക്കാം. അഫ്ഗാനിലെ ഘോർ ശിഹാബുദ്ദീൻ ഘോറി വീണ്ടും വരുന്നുണ്ടെന്ന വാർത്ത പൃഥ്വിരാജ് അറിയുകയും കൊട്ടാരത്തിൽ ചർച്ചകളും തീരുമാനങ്ങളും എന്തു വില കൊടുത്തും ഘോരിയെ നിലം പരിശാക്കി പരാജയപ്പെടുത്തി ഇനി ഒരിക്കലും വരാനുള്ള തീരുമാനമില്ലാത്ത വിധം നാണം കെടുത്തി വിടണം എന്ന് ഉടനെ തന്നെ അവൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. രാജാവ് സൈന്യവുമായി കൊണ്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അവരുടെ സേനകൾ എല്ലാ നിലക്കും അവരൊരുക്കിയിട്ടുണ്ട്. ആനകളും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികളുടെ സഹായം എല്ലാം ഉണ്ട്. പക്ഷേ ശിഹാബുദ്ദീൻ ഘോറിയും തന്റെ ഇഷ്ടശിഷ്യനും സർവ സൈന്യാധിപനുമായ കുത്തുബുദ്ദീൻ ഐബക്കും ചെറു സേനയും ആയിക്കൊണ്ടാണ് വരുന്നത്. എന്നാൽ ചെറുസേനയാണെങ്കിലും യുദ്ധതന്ത്രജ്ഞരാണ്. കുതിരകൾ ചുവടുവെച്ച് ആ രണ്ട് സൈന്യവും വളരെ ശക്തമായി തന്നെ ഏറ്റുമുട്ടുകയും വളരെ പെട്ടെന്ന് തന്നെ സുൽത്താനെ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത വിധം അവർ പൃഥ്വിരാജ് ചൗഹാൻ എന്ന അതിശക്തനായ രാജാവിനെ പിടിച്ചുകെട്ടാനും അവനെ ഉടനെ തന്നെ വധിച്ചു കളയാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. സംഭവം അതല്ല, യുദ്ധമെല്ലാം കഴിഞ്ഞു. ഈ നാട്ടിൽ അതിവിശുദ്ധനായ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തെ നമുക്ക് കാണണമെന്ന് ശിഹാബുദ്ദീൻ ഘോറിയോടും കുത്തുബുദ്ദീൻ ഐബക്കിനോടും പലരും ചെന്ന് പറഞ്ഞു.
ഉടനെ തന്നെ ആ വിശുദ്ധ മനുഷ്യനെ ഒന്ന് കാണണമല്ലോ. ശിഹാബുദ്ദീൻ അതുപോലെ തന്നെ കുത്തുബുദ്ദീനും അതിനുവേണ്ടി പുറപ്പെടുകയാണ്. അവര് ഹാജിയുടെ മുമ്പിലെത്തുന്നു. മുമ്പിലെത്തിയ സമയത്ത് അയാൾ വളരെ അത്ഭുതത്തോടു കൂടി വിസ്മയത്തോടു കൂടിയാണ് മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു മുമ്പിൽ നിൽക്കുന്നത്. ഖാജ റളിയല്ലാഹുവിന്റെ കരങ്ങൾ ചുംബിച്ചുകൊണ്ട് ഭവ്യതയോടെ വളരെ ഭക്തിയോടെ, ഒരു രാജാവാണ്, വിജയശ്രീയിൽ ആളതിനായി വന്നതാണ്, ആ രീതിയിലുള്ള യാതൊന്നും ശിഹാബുദ്ദീൻ കാണിക്കുന്നില്ല. മറിച്ച് അതിശക്തമായ ബഹുമാനത്തോടെയും ആദരവോടു കൂടിയും മാത്രമാണ് നിൽക്കുന്നത്. അതിന് കാരണം ഈ മുഖം എനിക്ക് വല്ലാതെ പരിചയമുണ്ട്, മുമ്പ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എവിടുന്നോ വല്ലാത്ത പരിചയപ്പെട്ട മുഖമാണ് ഈ മുഖം. ഉടനെ തന്നെ ശിഹാബുദ്ദീൻ ഖോറി ആലോചിച്ചെടുത്തു, അതെ, ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇതാ താങ്കൾ ഇന്ത്യയിലേക്ക് വരണം, അള്ളാഹു ഇന്ത്യയുടെ ഭരണം താങ്കളെ ഏൽപ്പിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഉടനെ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിച്ച്, സ്വപ്നത്തിൽ സമീപിച്ച അതേ മുഖം തന്നെയാണ് ഞാൻ ഈ കാണുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം വലിയൊരു മഹാനാണ്, സാത്വികനാണ്, സൂഫിയാണ് എന്ന് അദ്ദേഹം ഉടനെ തന്നെ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ കൊണ്ട് മന്ത്രിപ്പിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ശിഹാബുദ്ദീൻ അതുപോലെ കുത്തുബുദ്ദീൻ ഐബക്കും അവിടെ നിന്ന് തിരിച്ചുപോയത് എന്ന് ചരിത്രം നമ്മോട് ബോധ്യപ്പെടുത്തുന്നു. അതോടുകൂടി അജ്മീറിൽ മറ്റൊരു യുഗം തുടങ്ങുകയായിരുന്നു. മുഅ്മിനീങ്ങൾ, അവിശ്വാസികൾ മുഴുവനും അവരുടെ തെറ്റുകളും അവരുടെ വിശ്വാസ വൈകല്യവും മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം വിളിക്കുകയും സർവ്വവിഭാഗം ആളുകൾക്കും സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഒരുങ്ങുകയും ചെയ്യുകയായിരുന്നു. അള്ളാഹു ഖാജ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് സമാധാനവും സൗഹാർദ്ദവും നീതിയുക്തമായ ഭരണവും നിലനിർത്തി തരുമാറാവട്ടെ. സർവ്വവിഭാഗം ആളുകൾക്കും ഇവിടെ സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഖാജിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഖാജ റളിയല്ലാഹു അൻഹു ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അവരുടെ മതത്തിൽ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഇസ്ലാമിലേക്ക് വരാം, അല്ലെങ്കിൽ അവരുടെ മതത്തിൽ അവർക്ക് ജീവിക്കാം. എന്നാൽ ആക്രമിക്കുകയോ അധാർമികമായ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യരുതെന്ന് ഖാജ എല്ലാവരെയും പഠിപ്പിച്ചു. അക്കൂട്ടത്തിൽ ശിഹാബുദ്ദീൻ ഖോറി വന്നപ്പോൾ അയാളോട് വളരെ ശക്തമായി പറഞ്ഞു, നിങ്ങൾ ഇവിടെ സമാധാനത്തോടു കൂടി ഭരണം നടത്തണം, നിങ്ങളെ ഭരണം കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു നിലക്കുള്ള പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന് ശിഹാബുദ്ദീൻ ഖോറിയോട് ഖാജ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് താക്കീത് ചെയ്തുകൊണ്ടാണ് ശിഹാബുദ്ദീൻ ഖോറിയെ വിട്ടിട്ടുള്ളത് എന്ന് ചരിത്രം നമ്മോട് ഉത്ബോധിപ്പിക്കുന്നു. മഹാനായ ഖാജ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ. നീതിയുക്തമായ ഭരണം അല്ലാഹു തആല നമ്മുടെ രാജ്യത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.